Good afternoon, sir. Okay, Shubha, good afternoon. Good afternoon, sir. Minu, good afternoon. Okay, let us start. Sir. Sir, prayer. Okay, Deepa. Okay, Minu, let us start. വളരെ ശുഷ്കമാണെന്നതനുസരിച്ച് മഴയതുകൊണ്ടായിരിക്കും ദീപ. Prayer പറഞ്ഞോട്ടെ. എന്തോ? Dear God, as we gather here today, we seek guidance, wisdom, and strength. May our pursuit of knowledge and understanding be illuminated by your presence. Grant us the courage to face challenges, the resilience to overcome obstacles, and the compassion to support one another. May our time in college be a journey of growth, discovery, and transformation. Amen. Thank you. Very good, very good. Then, thought of the day? Thought of the day, sir. Yes, Emil. Okay. Yeah, take risk in your life. If you win, you can lead. If you lose, you can guide. It's a beautifully said Swami Vivekananda. This mindset encourages embracing challenges, learning from experiences, and using those lessons to inspire and support others. Whether you succeed or face setbacks, you will grow and become a valuable resource for those around you. That is, take risk in life. If you win, you will lead. If you lose, you will learn and guide others. Thank you. Very good, very good, very good thoughts. Okay. Sir, Then signing on. Signing. We all welcome the sir. ദീപ ശബ്ദം വളരെ കുറവാണല്ലോ. സൈനിൽ പറയാനാണ് വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ സൈനിൽ. Okay. Okay, സൈനിൽ പറഞ്ഞു. Okay. We all welcome the sir who has come to teach today's class. May God bless all of us who are going to learn new things today and understand
them and we welcome Job sir back to class. Thank you. Yes, let us start. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺകോഡ് എടുത്ത് അവസാനിപ്പിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റ് ആരംഭിക്കുകയാണ്. യൂണിറ്റ് നമ്പർ 9 ആണ് ആരംഭിക്കുന്നത്. യൂണിറ്റ് നമ്പർ 9. അതിന്റെ പേര് കണ്ടീഷണൽ സെന്റൻസ് എന്നാണ്. കണ്ടീഷണൽ സെന്റൻസ്. യൂണിറ്റ് നമ്പർ 9, കണ്ടീഷണൽ സെന്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാം. യെസ്, അപ്പൊ അതിന്റെ കണ്ടീഷണൽ സെന്റൻസിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു നോളജോട് കൂടിയിട്ട് അങ്ങോട്ട് കടന്നെങ്കിലാണ് നമുക്കത് എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. യെസ്, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു വാചകം പറയുകയാണ്. നിങ്ങൾ ആ വാചകം ഒന്ന് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഒരു വാചകം എഴുതിക്കോളൂ. When I went there, she was sleeping. Okay, very simple വാചകമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. When I went there, she was sleeping. Yes, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തൊരു കോമ ഇടണം. അപ്പോ ഞാൻ അനിലയോട് ചോദിക്കാം. അനില, നമുക്ക് എവിടെ ഒരു കോമ ഇടാൻ പറ്റും ഇതിനകത്ത്? കോമ ഉണ്ടായിരുന്നു, ഞാൻ പറയാതിരുന്നതാണ്. വെന്റ് കഴിഞ്ഞിട്ട് കോമ ഇടാൻ പറ്റും അല്ലെ? When I went there, she was sleeping അല്ലെ? വെന്റ് കഴിയുമ്പോൾ കോമ അല്ലെ? തോന്നുന്നു. ഓക്കെ, രമ്യക്ക് എന്ത് തോന്നുന്നു? രമ്യ കഴിഞ്ഞിട്ട് കോമഡാ സർ. കഴിഞ്ഞിട്ട് കോമഡാന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, ഞാനൊരു വാചകത്തിന്റെ അർത്ഥം പറയാം. When I went there, ഞാൻ അവിടെ ചെന്നപ്പോ she was sleeping, അവൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. അപ്പൊ when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ, അടുത്തത് അവൾ ഉറങ്ങുകയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. രമ്യ പറഞ്ഞ പോലെ കറക്റ്റ് ആണെങ്കിൽ there കഴിഞ്ഞിട്ടാണ് കോമ ഇടുന്നത്. കാരണം അനില പറഞ്ഞ പോലെ വെന്റ് കഴിയുമ്പോൾ കോമിട്ടാൽ ഞാൻ ചെന്നപ്പോൾ അവിടെ അവൾ ഉറങ്ങുകയായിരുന്നു. ഒരു അർത്ഥത്തിൽ ഒരു സംഭവം കല്ലിടിക്കണ പോലെ തോന്നില്ലേ? അതിനും എളുപ്പം പറയാനും കറക്റ്റ് when I went there, ഞാൻ അവിടെ ചെന്നപ്പോ she was sleeping, അവൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയാം. വേറൊരു വാചകം പറയുന്നു. When I entered the room, she was studying. When I entered the room, she was studying. അപ്പൊ ഫാത്തിമ, നമുക്ക് ഇതിനകത്ത് എവിടെ കോമ ഇടാൻ പറ്റും? When I entered the room, she was studying. ഞാൻ മുറിയിൽ ചെന്നപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. When I then entered room, ആ റൂം കഴിഞ്ഞതിന് ശേഷം കോമ ഇടാം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ പിടികിട്ടിയല്ലേ? യെസ്, അപ്പൊ നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ വാചകത്തിലൂടെ നമുക്ക് തിരിച്ചു വരാം. യെസ്, when I went there, she was sleeping എന്ന് പറയുന്ന വാചകത്തിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി വരികയാണ്. യെസ്, അപ്പൊ നമുക്ക് പറയാം ഈ വാചകത്തെ, അതായത് when തുടങ്ങി ആരംഭിച്ചിട്ട് സ്ലീപ്പിംഗ് കഴിയുമ്പോഴാണ് ഫുൾ സ്റ്റോപ്പ് ഉള്ളത്. അപ്പൊ ഇത് ഒറ്റ സെന്റൻസ് ആണ്. ഈ സെന്റൻസിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. എങ്ങനെ? ഒന്ന് when I went there എന്നുള്ളതും അടുത്തത് she was sleeping എന്നുള്ളതും രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. അതിലെ ഒരു സെന്റൻസിനെ നമ്മൾ ഇങ്ങനെ വിഭജിക്കുമ്പോൾ ആ വിഭജിക്കുന്നതിന് പറയുന്ന പേരാണ് ക്ലോസ് എന്ന് പറയും. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CLOSE ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് അല്ല, ആ ക്ലോസിന്റെ അർത്ഥം അവളെ അങ്ങനെ ക്ലോസ് ചെയ്ത് തരും. ഇതിന് അവളെ അങ്ങനെ തട്ടിയേക്കുന്നല്ലേ? ആ ക്ലോസ് അല്ല, CLAUSE ക്ലോസ് കേട്ടോ. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ അകത്ത് രണ്ട് ക്ലോസ് ഉണ്ട്. ഏതൊക്കെ രണ്ട് ക്ലോസ്? ഒന്ന് when I went there എന്ന് പറയുന്ന അത്രയും വരെ ഒരു ക്ലോസും
ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന വേറൊരു ക്ലോസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ കൂടി ചേരുന്നതിനെയാണ് നമ്മളൊരു സെന്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? എ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ദാൻ വൺ ക്ലോസസ്. ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ ഒരു സെന്റൻസിൽ വരാം. അപ്പൊ എന്താണ് ക്ലോസ് എന്ന് പിടികിട്ടിയാലോ? അത് അവിടെ നിൽക്കട്ടെ. യെസ്, അതൊന്നുകൂടെ ഒന്ന് പറയാമോ സാറേ? എ സെന്റൻസ് കൺസിസ്റ്റ് CONSISTS ഉൾക്കൊള്ളുന്നു. കൺസിസ്റ്റ് ഓഫ് വൺ ഒന്ന് ഓർ മോർ ദാൻ വൺ ഒന്നിൽ കൂടുതൽ ക്ലോസസ്. ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. രാജലക്ഷ്മി ഓക്കെ, യെസ് പറയാം, യെസ്. അപ്പൊ രാജലക്ഷ്മി, ഞാനിവിടെ വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുമ്പോൾ, ഞാൻ അവിടെ ചെന്നപ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അത്ര പറയുന്നുള്ളൂ, ബാക്കി ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് ഞാൻ വെട്ടിക്കളയുന്നു. വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അവിടെ പോയി എന്ന് മാത്രല്ലേ പറയണുള്ളൂ. ഞാൻ അവിടെ പോയപ്പോൾ എന്നാണ്. വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കംപ്ലീറ്റ് ആവണില്ല. എന്താ അത് കൊള്ളാല. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ ഇങ്ങോട്ട് ചോദിക്കണ കംപ്ലീറ്റ് ആവുന്നുണ്ടോ? അറിയില്ല സാറ്. ഓക്കെ, അവിടെ നിന്നു, കുഴപ്പമില്ല, നോ പ്രോബ്ലം. യെസ്, മിനുവിന് എന്ത് തോന്നുന്നു? ഞാൻ അവിടെ പോയപ്പോൾ എന്ത് കാര്യത്തിനാന്നുള്ളത് പറയണില്ലല്ലോ. പോയപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ. കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇനി മിനു ഇവിടെ പറഞ്ഞ അഭിപ്രായം കറക്റ്റാണ്. കാരണം എന്താണ്? നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയപ്പോൾ എന്ന് പറഞ്ഞിട്ട് പിന്നാതെ ബാക്കി പറയാതെ പോയി കഴിഞ്ഞാൽ, രാജലക്ഷ്മി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഇന്നലെ പോലെ രാജലക്ഷ്മിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല, എന്ത് പറ്റിയാവോ എന്ന് ചിന്തിക്കില്ലേ? കാരണം അർത്ഥം കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ? അപ്പൊ അത് അർത്ഥം കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ ഈ വിഷയത്തിലോട്ട് വരാം. ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞു ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുന്ന ക്ലോസ് മാത്രമാണ് പറയുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല. അങ്ങനെ അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. അർത്ഥം പൂർത്തിയായില്ലെങ്കിൽ ആ ക്ലോസുകളെ പറയുന്ന പേരെന്താണ്? സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിലുള്ള ക്ലോസ് ആണ്. അതിന്റെ മാത്രമായിട്ടുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, നോട്ട് കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആവില്ല അർത്ഥം. അതുകൊണ്ടാണ് അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെ പറയുന്ന വേറൊരു പേര് കൂടിയുണ്ട്, ഡിപ്പെൻഡിങ് ക്ലോസ്. ഡിപ്പെൻഡ്, ഇതിൽ ആശ്രയിച്ച് നിൽക്കുക, വേറെ ഏതെങ്കിലും ഒരു ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. ഇപ്പൊ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയും. അപ്പൊ ഒരുപാട് പേരുകൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് തൽക്കാലം സബോർഡിനേറ്റ്, സബ് ജൂനിയർ എന്ന് പറയാറില്ല താഴെ. അപ്പൊ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞ് വിളിക്കാം. യെസ്, വെൻ ഐ വെന്റ് ദയർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. ഓക്കെ, ശുഭ. ഓക്കെ, ശുഭമനശ്രീ എന്തോ കൃഷിയാണാവോ എന്റെ നേരെ വരാൻ പോണത് അല്ലെ? യെസ്, അത് ചിന്തിക്കട്ടെ, സിമ്പിൾ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെൻ ഐ വെന്റ് ദയർ എന്നുള്ളത് മാത്രം പറയുകയും ബാക്കി പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ അർത്ഥം പൂർത്തിയാവുന്നുണ്ടോ എന്നാണ് ഞാൻ രാജലക്ഷ്മിയോട് ചോദിച്ചത്. ഇവിടെ ഞാനൊന്ന് മാറ്റി പിടിക്കുക. വെൻ ഐ വെന്റ് ദയർ എന്നുള്ളത് ഇല്ല എന്ന് വിചാരിക്കുക, അതില്ല, ബാക്കിയുള്ളതേ ഉള്ളൂ. ഷീ വാസ് സ്ലീപ്പിംഗ്. അത് അത്രയും മാത്രം പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നു. പൂർത്തിയാവുന്നുണ്ട്. ആകുന്നുണ്ട്. ഓക്കെ, ദീപ മനോജ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സാറേ, പറയൂ. ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുന്നു എന്നല്ലേ?
പൂർത്തിയാണല്ലോ. ഉറങ്ങുകയായി. ഉറങ്ങുകയായിരുന്നു. അല്ല, പൂർത്തിയല്ല. പൂർത്തിയല്ല. ആയിരുന്നു എന്ന് വന്നപ്പം പൂർത്തിയല്ല. പൂർത്തിയായില്ല. യെസ്, വാസ് അർത്ഥമായിരുന്നു എന്നാണ് കേട്ടോ. വാസ് വന്നത് കൊണ്ട് പൂർത്തിയായില്ല. ഈസ് ആയിരുന്നെങ്കിൽ അപ്പൊ രണ്ടഭിപ്രായം വന്ന സ്ഥിതിക്ക് നമ്മൾ ഒരാളെ കൊണ്ട് വിളിക്കേണ്ട പറ്റില്ല. ഫാത്തിമയുടെ അഭിപ്രായം എന്താണ്? ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അർത്ഥം പൂർത്തിയായി എന്നാണ്, പൂർത്തിയായില്ല എന്നാണ്. അർത്ഥം പൂർത്തിയാണ് സാർ. ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു എന്നല്ലേ? ഓക്കെ, പൂർത്തിയായി. അപ്പൊ ദീപമനോജ് അതിന്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യും. അവൾ ഉറങ്ങുകയായിരുന്നു. അത് അതിനകത്ത് വേറെ എന്താ പറയാ, കൺഫ്യൂഷൻ വരുന്നില്ല. കംപ്ലീറ്റ് ആണല്ലേ സാറേ? കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആണ്. ഷീ വാസ് സ്ലീപ്പിംഗ് നമ്മൾ ആദ്യത്തെ പറയാതെ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് മാത്രം പറഞ്ഞു കഴിയുമ്പോൾ അവൾ ഉറങ്ങുകയാണ്, അർത്ഥം കംപ്ലീറ്റ് ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലോസ് നമ്മൾ പറയുകയും അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുകയും ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. എന്ത് പറയും? മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിനെ തന്നെ വേറൊരു പേര് കൂടി പറയും, പ്രിൻസിപ്പൽ ക്ലോസ്. ഒരു കോളേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആളാരാണ്? പ്രിൻസിപ്പൽ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവരുള്ളൂ, ലെക്ചേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. യെസ്, അപ്പൊ നമുക്ക് പല പല പേരുകൾ ഞാൻ പറയുന്നില്ല. നമുക്ക് മെയിൻ ക്ലോസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് ഒരു മെയിൻ ക്ലോസ് ആണ്. യെസ്, ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് ക്ലോസ്? ഞാനൊന്ന് ക്രോഡീകരിക്കണം. ഒരു സെന്റൻസിൽ ധാരാളം ക്ലോസുകൾ ഉണ്ടാവാം. ആ ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും വേർതിരിക്കാം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവുന്നതാണ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് നമ്മൾ പറയുന്നത്, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നതല്ല. അപ്പൊ ഒരു സെന്റൻസിൽ ചിലപ്പോ ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവാം, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവാം. ചിലപ്പോ ഒരു മെയിൻ ക്ലോസും രണ്ട് സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവാം. ചിലപ്പോ രണ്ട് സബോർഡിനേറ്റ് ക്ലോസും ചിലപ്പോൾ രണ്ട് മെയിൻ ക്ലോസും ഉണ്ടാവാം. അതൊക്കെ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ അനുസരിച്ചിരിക്കുന്നു. യെസ്, അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതി, എ സെന്റൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസസ്. ഒരു സെന്റൻസിൽ മെയിൻ ക്ലോസ് മാത്രം വരാം, സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും കൂടി വരാം. അപ്പൊ അത്രയും പിടികിട്ടിയാലോ? പിടികിട്ടിയോ? മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, പിടികിട്ടിയില്ലേ? മെയിൻ ക്ലോസിന്റെ അതൊന്നുകൂടെ പറയാമോ സാറേ? സെന്റൻസ് മെയിൻ ക്ലോസിന്റെ അല്ല, മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീനിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ്. മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. യെസ്, അപ്പൊ അത് പിടികിട്ടിയല്ലോ. യെസ്, അത്ര പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തൽക്കാലത്തേക്ക് അവിടെ മാറ്റി വെച്ചു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയപ്പെടുത്താൻ മതി, അത് അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോഴും കണ്ടീഷൻ സെന്റൻസിനോട് വന്നിട്ടില്ല. ഇത് ഞാൻ ഒരു കഷ്ടം ഇനി കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, അത് നമ്മൾ ഇരുന്നോട്ടെ കേട്ടോ. അത് പാക്ക് ചെയ്ത് അവിടെ വെച്ചു. യെസ്, ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയൊരു ഭാഗം കൂടി പറയാം. അതും കൂടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കിടക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറയാം. യെസ്, അതായത് നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ, ബസ്സിലൂടെ പോകുമ്പോൾ പല സ്ഥലത്തും പല വാചകങ്ങൾ കാണും. ചില ദിവസങ്ങളിൽ പത്രങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചില നോട്ടീസുകൾ കാണും. ആ നോട്ടീസിലൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും നോട്ടീസ്. ആ നോട്ടീസിൽ ചില വാചകങ്ങളൊക്കെ കാണുമ്പോൾ അത് ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് അതിന്റെ അർത്ഥം പറയാൻ പറ്റിയില്ലെങ്കിലും ഇത് ഇന്ന ടെൻസിൽ എഴുതിയേക്കുന്ന വാചകമാണ് കേട്ടോ എന്നെങ്കിലും നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റണം. ഇന്ന ടെൻസിലാണ് ഈ വാചകം എഴുതിയിട്ടുള്ളത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അത് നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ 12 ടെൻസിന്റെ ഫോമാണ്, 12 ടെൻസ് ഫോം. ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റില്ല. ഏത് വാചകം ആരെഴുതി കഴിഞ്ഞാലും ഈ 12 ടെൻസുകളിലേ വരും. അത് ഏതൊക്കെയാണത്? ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്,
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത്രയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ഇത് ഞാൻ ഒന്ന് മക്കള് അംഗനവാടി കിടന്ന് വേളം വെക്കണ്ടോ ടീച്ചർ വിളിച്ചു, ഞാൻ ഒന്ന് പോയിട്ട് വരാം സർ. അപ്പൊ നമ്മൾ പറയുന്നത് ഈ 12 ടെൻസ് ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇത് നമുക്ക് കയ്യിലൊതുങ്ങും നിങ്ങൾ ചിന്തിക്കും. ഇത് വെർബ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പിന്നീട് വരും. അപ്പൊ അവിടെ നമുക്ക് വരുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോ ഇതൊന്ന് പറഞ്ഞു പോയിരുന്നു. ഇനി ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് 2-3 ടെൻസ് ഒന്ന് അറിഞ്ഞിരിക്കും. 2-3 ടെൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കും. ഓക്കെ, അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറയുമ്പോൾ അദ്ദേഹത്തെ പറയുമ്പോൾ അത് മനസ്സിലാവും. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഏത് വാചകം എഴുതിയാലും ഈ 12 ടെൻസുകളിലൂടെ വരും. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ടേക്ക് എന്ന് പറയുന്ന വാക്കെടുക്കുന്നു. ടേക്ക്, എടുക്കുക. സിമ്പിൾ പ്രസന്റിലും ഈ 12 ടെൻസിലും ഇതിന്റെ അർത്ഥം ഈ ടേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണ് നോക്കാം. സിമ്പിൾ പ്രസന്റില് എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റില് എടുത്തു, സിമ്പിൾ ഫ്യൂച്ചറില് എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുക എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് വായിടാണോ വിടാതെ അങ്ങനെ ചേർത്താൽ മതി. ഗോ എന്നാണെങ്കിൽ പോവുക എന്നാവും, ലുക്കാണെങ്കിൽ നോക്കുക എന്നാവും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം കൂടി നമുക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ നമുക്ക് അറിയാല്ല ഇന്ന സാധനമാണെന്ന്. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ തകർക്കാം. യെസ്, ഓക്കെ. അത് വേറൊരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ അവിടെ പോട്ടെ. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞത് 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഓക്കെ, ടെൻസിന്റെ ഫോം. ഇനി നമുക്കറിയാം ഒരു വെർബ് എടുത്തു കഴിഞ്ഞാല് ആ വെർബിന് 3 ടെൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടെൻസിന്റെ ഫോം ആണ് ഇവിടെ പറഞ്ഞത് 3 ടെൻസ്. അതിനെയാണ് നമ്മൾ പറയുന്നത് V1, V2, V3 എന്ന് പറയുന്നതിന് വേറെ നമുക്കൊരു പേരും പറയാം. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൾ, ഗോ വെന്റ് ഗോൾ. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, took പാസ്റ്റ് ടെൻസ്, ടേക്കൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കട്ട് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസും കട്ടും തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടും തന്നെയാണ്. യെസ്, ഓക്കെ. ഇനി പുട്ട് പ്രസന്റ് ടെൻസ് പുട്ടാണ്, പാസ്റ്റ് ടെൻസും പുട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ടാണ്. ഇനി അടുത്തത് ലുക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ലുക്ഡ്, LOKED, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ചില വെർബുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയായിരിക്കും. ചില വെർബുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും വേറെ വേറെ ആയിരിക്കും. ചില വെർബുകളുടെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നും, പ്രസന്റൻസ് മാത്രം വേറെ ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. LIKE, ലൈക്ക്, LIKED, LIKED. യെസ്, അപ്പൊ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമുക്ക് 3 ആയിട്ട് നമുക്ക് വെർബിന് 3 കാലങ്ങളുണ്ട്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, അത് നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ വഴിക്കൊന്ന് പോയപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, അപ്പൊ ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഓക്കെ ലക്ഷ്മി വി ആണ്. ഓക്കെ, ഓക്കെ. ലക്ഷ്മി ഞാൻ സെന്റൻസ് അല്ലേ ഹലോ സർ. ഓക്കെ, ഓക്കെ, ഞാൻ പറയുന്നത് പറഞ്ഞു സർ. പറയാനോ? ഞാൻ പറഞ്ഞോളാം. I cut vegetables yesterday. I
കട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ. ഇതാണ് സെന്റൻസ്. ഇനി ഞാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കട്ട് പ്രസന്റ് ടെൻസിലെ കട്ടാണ്, പാസ്റ്റ് ടെൻസിലെ കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിലെ കട്ടാണ്. കാരണം 3 കട്ട് തന്നെയുണ്ട്. ഏത് ടെൻസ് ആണെന്ന് പറയണോ? പറയാം. യെസ്റ്റർഡേ എന്ന് പറയുമ്പോ കഴിഞ്ഞതല്ലേ? അപ്പൊ ഏതായിരിക്കും ആ കട്ട്? പാസ്റ്റ് ടെൻസ്. അത് ഉറപ്പിക്ക്. കറക്റ്റ് അല്ലേ? എന്തിനാ പേടിച്ച് പറയുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം പ്രസന്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ വാചകത്തില് സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു, യെസ്റ്റർഡേ, ഇന്നലെ. അപ്പൊ കഴിഞ്ഞു പോയ സംഭവമാണെന്ന് രശ്മിക്ക് മനസ്സിലായി. അപ്പൊ ഇത് പ്രസന്റ് ടെൻസിലെ കട്ടല്ല. അപ്പൊ ഇത് ഏതിലെ കട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പാസ്റ്റ് ടെൻസിലെ കട്ടാണ്. അപ്പൊ അങ്ങനെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കണം? അതിൻ്റെ അകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടി ഉണ്ട്. അത് നോക്കിയിട്ട് ഏത് ടെൻസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, യെസ്, അത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു പോയ കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ 2-3 ടെൻസുകളെ കുറിച്ച് നമുക്ക് പറയാം. കാരണം അത് നമുക്ക് ഇവിടെ കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് ആവശ്യം വരും. അപ്പൊ നിങ്ങളൊരു ഹെഡിങ് എഴുതുക, സിമ്പിൾ പ്രസന്റ്, SIMPLE, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, SIMPLE, സിമ്പിൾ, PRESENT, പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഹെഡിങ് കൊടുത്തു. യെസ്, അതിന്റെ അടിയിൽ എഴുതുക യെസ്, വെറുതെ യെസ് പ്ലസ് ഒരു പ്ലസ് ഇടാം. എസ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ വി എന്ന് എഴുതുന്നത്. എസ് പ്ലസ് വി, ആ വി എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ പ്രസന്റ് ടെൻസ് എഴുതാം. പ്രസന്റ് ടെൻസ്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉണ്ടാവും. ആ വെർബിന് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് ഇത്രയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഏതാണ് ടെൻസ് എന്നറിയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ഡ്രിങ്ക് ടീ ഡെയിലി. ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറ്. ഐ ഡ്രിങ്ക് ടീ ഡെയിലി. ഓക്കെ, ഐ സബ്ജക്റ്റ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ഡ്രാങ്ക്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക്. അപ്പൊ ഐ ഡ്രിങ്ക് അല്ല സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ്. പിന്നെ ടീ ഡെയിലി എന്നുള്ളതൊക്കെ പൊക്കോട്ടെ, അത് നമ്മൾ സെന്റൻസിന് ഒരു അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടി ചേർത്തതാണ്. യെസ്, അപ്പൊ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാം ഇത് സിമ്പിൾ പ്രസന്റ്. നിങ്ങൾ മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ഹസീന, ഇത് പറ്റിയ ഹസീന കാണാനില്ലല്ലോ. അപർണ, ഓക്കെ. അപർണ, ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ അപർണ ഒരു എക്സാമ്പിൾ പറഞ്ഞു. I read newspaper daily. ഡെയിലി എന്നുള്ളത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഐ റീഡ് ന്യൂസ് പേപ്പർ. ഓക്കെ, എവരി ഡേ. ഐ റീഡ് ആണ്, ഐ സബ്ജക്റ്റ് ആണ്, റീഡ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഓക്കെ, ശാലിനി വേറൊന്നും ഐ എന്നുള്ളത് മാറ്റി പിടിക്കും. വേറെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് വേറെ പറയും. ശാലിനി വേറെ ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. നോക്കോ, Me daily used phone. മീ തുടങ്ങി ആരംഭിക്കണം. മീ തുടങ്ങിയാൽ എന്നെ എന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ഐ ആക്കിയിട്ട് ബി എന്നാക്കിയാണ്. അതിലേക്ക് വേണ്ടിയാണ് ബി. ഞങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും വി യൂസ് മൊബൈൽ ഫോൺ. ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കിയിട്ട് പറയാം സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഐ ലവ് യു. ഐ സബ്ജക്റ്റ്, ലവ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ ലവ് യു.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ കുക്ക് ഫുഡ്, ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത്. കുക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. യെസ്, നജിയ, നജിയ, യെസ്. ഓക്കെ, ഈ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആർക്കെങ്കിലും ഒക്കെ ആണെങ്കിൽ ഓരോ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വാചകം പറയാം. സബ്ജക്റ്റ് കഴിഞ്ഞ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. She writes a letter. She writes letter. Correct ആണ്. She eats a mango. അനില പറ, അനില അനില അനില. I watch TV daily. I watch TV daily. സുബിത. Sir, പറഞ്ഞു, ഷേട്ടൻ പറഞ്ഞു. the sun rises in the east. The sun rises in the east. Okay, correct. Okay. Yes. പറഞ്ഞോളൂ സുബിത. He eats a mango. ഇവിടെ അവിടെ മാത്രം ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ സുബിത, കണ്ടില്ലേ പറയാം. ഷീ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ഷീ എന്ന് പറയുമ്പോഴേ ഒരാളല്ലേ ഉള്ളൂ. ഒരാളുള്ളെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്തേക്കും. ഏത്? അപ്പൊ ഷീ ഈറ്റ് ഒരാളുള്ളൂ എങ്കിൽ സബ്ജക്റ്റ്, അതിന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ എന്നാണ്. സിംഗുലർ ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നത് ഓക്കെ ശുഭ, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിൽപ്പെട്ട ഒരു വെർബാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എസ് കൂടി ചേർത്ത് ഷീ ഈറ്റ്സ് മാംഗോ എന്ന് പറയും. അതാണ് കറക്റ്റ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചില ആളുകളുടെ മനസ്സിൽ ചിന്തിച്ചേക്കാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ പാടില്ലല്ലോ, ഐ ലവ്സ് എന്ന് പറയണ്ടേ? ഐ എന്ന് പറയുമ്പോഴും ഒരാളല്ലേ ഉള്ളൂ. അപർണ അങ്ങനെ ചിന്തിച്ചോ? ഞാനാണോ സാർ? ഇല്ല, അത് നമ്മള് പഴയ അങ്ങനെയല്ലേ കേൾക്കാറ്. അതായത് കേൾക്കുന്നത് പറയുമ്പോൾ ഒരു സുഖം തോന്നുന്നു. ഐ ലവ്സ് യു എന്ന് പറയുമ്പോൾ ഒരു എവിടെയോ ഒരു കല്ല് കടിക്കുന്നത് അല്ലെ? ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു വാക്കണം. അതിന്റെ അർത്ഥം അതിനുള്ളത് മനസ്സിലാക്കാം. ഐ എന്നുള്ളത് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും ഐയുടെ കൂടെ എസ് ചേർക്കാൻ പാടില്ല എന്നൊരു എക്സെപ്ഷൻ, ഒരു നിയമമുണ്ട്. അതുകൊണ്ടാണ് ഐയുടെ കൂടെ സിംഗുലർ ആണെങ്കിലും എസ് വരാത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു സംശയം പക്ഷേ ഷേർട്ടിന്റെ മനസ്സിൽ ഒത്തിച്ച് കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പോഴവിടെ യു ലവ്സ് എന്നല്ലേ പറയണ്ടേ എന്ന് ഷേർട്ടിന് എപ്പോഴെങ്കിലും തോന്നിയോ? ഇല്ല. എന്തുകൊണ്ട് തോന്നിയില്ല? അത് ഐ യു ഇതിന്റെ കൂടെ സാധാരണ എസ് ചേരാറില്ലാത്തതുകൊണ്ട്. വെരി ഗുഡ്. അപ്പൊ ഒന്നുകൂടി ഞാനത് കറക്റ്റ് ആയിട്ട് പറയാം. നമ്മളിപ്പോ ഒരാളുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയും. യെസ്, ക്ലാസ്സിൽ ആരും പഠിച്ചിട്ടില്ല, എല്ലാവരും എഴുതിപ്പിച്ചിരുത്തേക്കും ടീച്ചർ, എന്നിട്ട് പറയും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയും ടീച്ചർ. അപ്പൊ ആ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയുമാണ്. അപ്പൊ സിംഗുലർ ആയിട്ട് നിങ്ങൾ തന്നെയാണ് പറയുന്നത്, പ്ലൂറൽ ആയിട്ട് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. നമ്മൾ പഴയ നമ്മുടെ ലാറ്റിൻ ഭാഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരാളുള്ള THOU ലൗ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് യു എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷില് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും യു എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ, യെസ്, നിങ്ങൾ എന്നുകൊണ്ട് ഒരാളെ പറയാം, ഒന്നിലധികം ആളെ നിങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, അതായത് ഓൾവേസ് കൺസിഡർ പ്ലൂറൽ. യു എന്നുള്ളത് എപ്പോഴും പ്ലൂറലായിട്ട് ഇത് കണക്കാക്കുക. അപ്പൊ അതിന് കൂടെ എസ് വേണ്ട. അപ്പോ നമ്മൾ നിയമം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് വാചകം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. യെസ്, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബിന്റെ കൂടെ ഒരു എസ് വിളിച്ച്. പക്ഷെ ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും മെസ്സേജ് ചേർക്കാനും പാടില്ല. അത് നിങ്ങൾ മനസ്സിലങ്ങോട്ട് ഫീഡ് ചെയ്ത് വരും. ഇത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യക്കിഴ കുതിക്കുന്നു. അത് സനാതനമായിട്ടുള്ള സത്യമാണ് എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷിന് ഒരു ബേസ് ആയിട്ടുള്ള സംഗതിയാണ്. യെസ്, ഇനി നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയുന്നു. അപ്പോ സാറ് പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കാൻ. അപ്പൊ നിങ്ങളിപ്പോ ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്. അപ്പൊ ഷീ വെന്റ്സ് എന്നതിന് തെറ്റാണ്. എന്തുകൊണ്ടാണത്?
പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ എസ് ചേർക്കാവൂ. വേറെ ഏത് ടെൻസ് ഉപയോഗിച്ചാലും എസ് ചേർക്കരുത്. സബ്ജക്റ്റ് സിംഗുലർ ആവുകയും അത് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് ടെൻസുമാണെങ്കിൽ മാത്രമേ എസ് ചേർക്കാവൂ. വേറെ ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പാർട്ടിസിപ്പിളോ അവിടെയൊക്കെ ആണെങ്കിൽ പണ്ട് കാലത്ത് ജോബ് സാറ് പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരു എസ് ചേർക്കണം, ഒരു എസ് ഇവിടെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ചേർക്കരുത്. ഇത് സബ്ജക്റ്റ് സിംഗുലർ അതിന്റെ അടുത്ത് വരുന്ന വെർബ് പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്നാണ് മനസ്സിലായി. അടുത്ത ഹെഡിങ് ആയിരിക്കും സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് വി ബ്രാക്കറ്റിലെ പാസ്റ്റ് PAST പാസ്റ്റ് ടെൻസിന്. ഓക്കെ ഓക്കെ, അപ്പൊ എന്റെ എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുകയും ആ വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഐ വെന്റ് ടു ഡൽഹി. ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ വെന്റ്. അത്രമാത്രം വിളിക്കാൻ മതി. സബ്ജക്റ്റ് വെറും ഡൽഹി എന്നൊക്കെ ഞാൻ അതിന്റെ ഭംഗിക്ക് വേണ്ടിയാണ് ചേർത്താറ്. ഐ വെന്റ് ടു ഡൽഹി, ഞാൻ ഡൽഹിയിൽ പോയി, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ ലവ്ഡ് മൈ ചിൽഡ്രൻ, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചു. ഐ ലവ്ഡ് മൈ വൈഫ്, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു. ലവ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ലവ്ഡ്. ഐ ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. ടീച്ച് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോട്ട്, TAUGH, ടോട്ട്. ഐ ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചു. യെസ്. ഐ സ്റ്റഡീഡ് ആൻ ഇംഗ്ലീഷ് പോയം, ഞാനൊരു ഇംഗ്ലീഷ് കവിത പഠിച്ചു. സ്റ്റഡി എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റഡീഡ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് എഴുതുക, പിന്നെ വെർബ് എഴുതുക. ആ വെർബ് എഴുതുമ്പോൾ എന്ത് ഉപയോഗിക്കണം? പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. രമ്യ പറയൂ, സിമ്പിൾ പാസ്റ്റിന്റെ രമ്യയുടെ എക്സാമ്പിൾ. സബ്ജക്റ്റ് വേണം, അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് സർ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇപ്പൊ എവിടെ പോയേ? I escaped from there. I escaped from English class. Escaped from English class. Okay. Okay, ശരിയാണ്. I escaped from a danger. ഞാനൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. I escaped from an accident. ഞാനൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, വെരി ഗുഡ് സെന്റൻസ്. ഓക്കെ, വെരി ഗുഡ്. രാജലക്ഷ്മി പറയൂ, രാജലക്ഷ്മിയുടെ എക്സാമ്പിൾ പറയൂ. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് വരുന്ന ഒരു എക്സാമ്പിൾ പറയും. ഇന്ന് വീട്ടിൽ ഐ ഏൺഡ് മണി, കറക്റ്റ് ആണ്. EARN അപ്പൊ സെന്റൻസ് ആണ്. EARNED അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. ഐ ഏൺഡ് മണി, യെസ്, അത് നമ്മൾ പറയും. ഐ ഏൺഡ് ഇനഫ് മണി, ഞാൻ ധാരാളം പണം സമ്പാദിച്ചു. ഓക്കെ, വെരി ഗുഡ്. മിന്നു പറയും. കേൾക്കാമോ? മഴയാണ്, അതൊന്ന് കേൾക്കാമോ? കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ഒരു സിമ്പിൾ പാസ്റ്റിന്റെ എക്സാമ്പിൾ. Went to school. I went to school. Okay, went ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കില്ല, അപ്പൊ അത് മാറ്റി പിടിക്കും. വേറൊരു വാക്ക്. രാവിലെ എന്താണ് സൃഷ്ടിച്ചത്? ചായ, കാപ്പി, പലഹാരമൊക്കെ സൃഷ്ടിച്ചില്ലേ? അതാണ് പറഞ്ഞ ഇംഗ്ലീഷിൽ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. മിന്നു പറഞ്ഞോളൂ. I studied well. ഓക്കെ, യെസ്, ഐ സ്റ്റഡീഡ് വെൽ. വളരെ കോൺഫിഡന്റ് ആണ് മിന്നു, ഞാൻ വളരെ നന്നായിട്ട് പഠിച്ചു. ഓക്കെ, കറക്റ്റ്.
കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാം. കഴിഞ്ഞു പോയതെല്ലാം ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം 2:10 ഈ 2:10 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ 2:10 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. നോക്കി, ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റു. അല്ല, കറക്റ്റ് അല്ലേ? അല്ല, ഗെറ്റ് എന്നുള്ളതിന്റെ പാസൻസ് ആണ്, ഗോട്ട് പാസൻസ് ആണ്. ഇനി അടുത്ത തന്നെ പറയാം, ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഞാൻ പല്ല് തേച്ചു. കറക്റ്റ് ആണ്, ബ്രഷ്ഡ് മൈ ടീത്ത്. പിന്നെ എന്ത് ചെയ്തു? ഐ വെന്റ് ഇൻ ടു ദ കിച്ചൺ. ഞാൻ അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് പറയുന്നത് ഐ മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. ഞാൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കി. മെയ്ക്ക് എന്നുള്ളതിന്റെ പാസൻസ് മെയ്ഡ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ചായ കുടിച്ചു. ഐ ഡ്രാങ്ക് ദ ടീ. ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസൻസ് ഐ ഡ്രാങ്ക് ദ ടീ. അപ്പൊ റിലാക്സ് ആയി. ദെൻ ഐ റീഡ് എന്നുള്ള പാസൻസ് ഐ റെഡ് ന്യൂസ് പേപ്പർ. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഭർത്താവ് കൂടിയില്ല. അപ്പൊ ഭർത്താവിനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഐ കോൾഡ് മൈ ഹസ്ബൻഡ്. ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചു. കേട്ടോ? ദെൻ ഐ കെയിം ബാക്ക് ടു കിച്ചൺ. വീണ്ടും കിച്ചണിലേക്ക് വന്നു. ഐ പ്രിപ്പയർഡ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഐ കോൾഡ് മൈ ചിൽഡ്രൻ. ഉറങ്ങിക്കിടന്ന കുട്ടികളെ പോയി ഞാൻ വിളിച്ചു. യെസ്, കേട്ടോ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയ എല്ലാ സംഭവം. ഇതിപ്പോ ഇന്ന് നടന്ന പറയണമെന്നില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങളൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. അതോടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറയാം. ഐ വെന്റ് ടു എ ബർത്ത്ഡേ പാർട്ടി. വി കട്ട് ദ കേക്ക്. ഐ ഏറ്റ് 2 pieces ഓഫ് കേക്ക്. അല്ല, ഇത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് പറയാം. നിങ്ങൾ വെറുതെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറക്കം വരാതെ കിടക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കും, നിങ്ങൾക്ക് വേഗം ഉറപ്പവും വരും. യെസ്. അപ്പൊ അതുകൊണ്ട് ദേ ബോട്ട് എ കാർ. കറക്റ്റ് ആണ്. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സബ്ജക്റ്റും വെർബിന്റെ യെസ് യെസ് ഐ വാച്ച് എന്നുള്ളതിന് പകരം അറ്റൻഡ് തയ്യോ. കറക്റ്റ് ആണത്, വാച്ച്. ഓക്കെ. ഐ ഹാഡ് ലഞ്ച്. ഓക്കെ, കറക്റ്റ് ആണ്. ഹാസ് ഹാവിന്റെ പാസേഴ്സ് ആണ് ഹാഡ്. കേട്ടോ? യെസ്. ഓക്കെ. അപ്പോ നമ്മളിവിടെ പറഞ്ഞു സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. ഇനി ആർക്കെങ്കിലും സിമ്പിൾ പാസ്റ്റിൽ വേറെ എക്സാമ്പിൾ പറയാൻ 2 പേര് പറഞ്ഞു. രാജലക്ഷ്മിയും മിന്നും പറഞ്ഞു. ഇനി വേറെ ആർക്കെങ്കിലും മനസ്സിൽ ഇങ്ങനെ ത്രസ്റ്റ് നിൽപ്പുണ്ടാവും, എനിക്കൊരു സിമ്പിൾ പാസ്റ്റ് പറയണം എന്ന്. ആർക്കൊഴികെ പറയാം. Sir, yesterday I went to hospital. Yesterday I went to Hospital. yes. കറക്റ്റ്. വെന്റ് എന്ന് പറയുമ്പോൾ തന്നെ കറക്റ്റ് ആയി. ഓക്കെ. Yesterday I consulted with a doctor. ഇന്നലെ ഞാനൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. യെസ്. Yesterday പറയൂ. ശരി, പറയൂ. I wrote a letter. I wrote a letter. നമുക്കൊരു ഭംഗിയാക്കാം. I wrote a letter to my close friend. അത് നമ്മളൊരു ഭംഗിക്ക് ഇറങ്ങണതാണ്ട. സെന്റൻസ് ഒന്നൊരു കേൾക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആണ്. റൈറ്റ് എന്ന് പറയുന്ന പാസൻസ് ആണ് റോട്ട്. WROT. I trained abacus children. മതി. യെസ്. ഓക്കെ. കറക്റ്റ് ആണ്. സാറേ ഞാൻ പറയട്ടെ. സാറേ പറയട്ടെ. ധൈര്യമായിട്ട് പറയൂ ദീപ. നോ പ്രോബ്ലം. Yesterday we had very interesting class. Our English teacher Yes. arrived classroom. Arrived the classroom. Simple വാല്യൂടെ പകരം yesterday we had an interesting class. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് at 1 PM our English teacher came to the classroom. അല്ല, സിമ്പിൾ arrived വേണ്ട അല്ലേ? arrived മതി. കുഴപ്പമില്ല. രണ്ടും സെയിം ആണ്. Arrived the classroom.
മറന്നുപോയി. Yes. We learned past tense, about tense. Yes. Okay. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മനോഹരമാക്കാം. സെന്റൻസ് കറക്റ്റ് ആണ്. വി ലേൺഡ്. അപ്പൊ അവൻ പഠിപ്പിച്ചു. അങ്ങനെ ഹി വന്ന ടീച്ചർ ഷീ ടോട്ട് എന്ന് ഷീ ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പൊ അന്ന് ആളെ പഠിപ്പിച്ചു. എന്നിട്ട് അടുത്ത് പറയാം വി സ്റ്റഡീഡ് about the tennis form. Tennis form. Okay, tennis form കുറിച്ച് പഠിച്ചു. He asked okay രശ്മി. some questions. ഇനി അവിടെ അങ്ങോട്ട് പോയിട്ട് ഞാനത് എന്റെ മകനെ പഠിപ്പിച്ചു എന്നുള്ള രീതിയിലൂടെ അങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. യെസ്. I taught my അല്ലേ? യെസ്. ഓക്കെ. അപ്പോ അവൻ അത്ഭുതപ്പെട്ടു. അമ്മ ഇങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോ അവന് ഭയങ്കര അത്ഭുതം. അവിടെ ചെറിയ he wondered. He was wondered ആണ് കറക്റ്റ്. കാരണം he was wondered. കറക്റ്റ്. അത് വേറൊരു ഗ്രാമറാണ്. അത് നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടില്ല. അതൊരു ചില സെന്റൻസ് കറക്റ്റ് ആവാൻ വേണ്ടി പറഞ്ഞാണ്. He was wondered. അവൻ അത്ഭുതപ്പെട്ടു. യെസ്. ഓക്കെ. പിന്നെ അത്രേ ഉള്ളൂ. It was good day. It was a good. വെരി ഗുഡ്. നിങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് പറ്റും. വെറുതെ ഞാനൊരു സെന്റൻസ് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ബിനു. യെസ്റ്റർഡേ ഐ വെറ്റ് ദ റെയിൻ. കേട്ടാണോ? വെറ്റ് ദ റെയിൻ. വെറ്റ്. മൈ അംബ്രല്ല ലോസ്റ്റ് ദ ബസ് സ്റ്റോപ്പ്. കറക്റ്റ് ആണോ? അത് ഓക്കെ. ഒന്നുകൂടി ഭംഗിയാക്കാം. ഓക്കെ. ഐ ലോസ്റ്റ് മൈ അംബ്രല്ല അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഐ ലോസ്റ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഐ മിസ്ഡ് മൈ അംബ്രല്ല അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പിന്നെ ഞാൻ തന്നെയാണ് എന്നാണ്. അപ്പൊ ഐ വാസ് വെറ്റ് നമുക്ക് അങ്ങനെ ആക്കണ്ടത്. ഒരു പാസീവ് വോയിസ് പറഞ്ഞൊരു സംഗതിയാണത്. അത് വേറൊരു സംഗതി ആണ് കേട്ടോ. അത് സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. അത് കറക്റ്റ് ആണ്. ഓക്കെ. യെസ്. താങ്ക് യു. ഓക്കെ. യെസ്. അടുത്തത്. അപ്പൊ ഞാൻ അടുത്തതിലോട്ട് കിടക്കട്ടെ. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോഴും ഈ കണ്ടീഷൻ സെന്റൻസിന്റെ അരികത്തേക്ക് നമ്മൾ വന്നിട്ടില്ല. അതിന് ചുറ്റും നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയണം. സബോർഡിനേറ്റ് ക്ലോസ്, മെയിൻ ക്ലോസ്, അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 12 ടെൻസുകൾ എന്ന് പറഞ്ഞു. ആ 12 ടെൻസുകളിൽ നമ്മൾ 2 ടെൻസുകളെ കുറിച്ചും പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടെൻസിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. യെസ്. ആ മൂന്നാമത്തെ ടെൻസ് ഹെഡിങ് എഴുതിക്കോളൂ. സിമ്പിൾ ഫ്യൂച്ചർ. SIMPL, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ. അടുത്ത് നമ്മൾ പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നെങ്ങനെ മനസ്സിലാവും. ഓക്കെ. അപ്പൊ അടിവെതിക്കോ എസ് പ്ലസ് വിൽ ഓർ ഷാൽ. വില്ലെന്ന് എഴുതിയിട്ട് ഒരു സ്ലാഷ് വരച്ചിട്ട് ഷാൽ ഇടും. വിൽ ഓർ ഷാൽ രണ്ടിലേതെങ്കിലും ഒന്നും. വിൽ ഓർ ഷാൽ പ്ലസ് വി വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി. ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് PRESENT പ്രസന്റ് ടെൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് എക്സാമ്പിളോട്ട് വരാം. സബ്ജക്റ്റ് എഴുതുന്നു. വില്ലല്ലെങ്കിൽ ഷാല്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. രണ്ടും കൂടി എഴുതണ്ട, ഏതെങ്കിലും ഒന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു.
ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ എഴുതിയിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഫോമിലാണ്. ഞാനിവിടെ വില്ലോ ഷാൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അവിടെ ക്യാൻ വന്നാലും കുഴപ്പമില്ല, മേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് ഞാൻ അധികം വലിയ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ സബ്ജക്ട് അപ്പൊ അറിയാവുന്നവരോട് ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്, അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഐ വിൽ ഓർ ഷാൽ ഞാൻ വിൽ എടുത്തു. ഐ വിൽ ക്ലോസ്, CLOSE, ക്ലോസ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ക്ലോസ്ഡ് ആണ്, അത് പറയരുത്, പ്രസന്റ് ടെൻസേ പറയാവൂ. കണ്ട, പ്രസന്റ് ടെൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ക്ലോസ് ദ ഡോർ, ഞാൻ ഡോറ് ക്ലോസ് ചെയ്യും, ചെയ്തിട്ടില്ല, ചെയ്യും. ഐ വിൽ പാസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഞാൻ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പാസ്സാകും. ഐ വിൽ പാസ്. വീണ്ടും പറയാം, ഐ വിൽ സെക്യൂർ എ ജോബ്, ഒരു ജോലി ഞാൻ ഉറപ്പാക്കും. ഉറപ്പാക്കിയിട്ടില്ല. അനിൽ പറഞ്ഞ നോക്കി ഐ വിൽ കിൽ യു, ഇതേപോലെയൊക്കെ പറഞ്ഞ തട്ടിക്കളിയൊന്നും പറയണം കേട്ടോ. യെസ്, ഐ വിൽ കിൽ യു, കറക്റ്റ് ആണ് അനില, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നാളെ ആര് റൂം ക്ലീൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സഹോദരിമാര് തമ്മിൽ ഒരു തർക്കം വന്നേക്കണം. അപ്പൊ ഒരാൾ ഇന്ന് പറയുന്നു ഐ വിൽ ക്ലീൻ ടുമാറോ. അപ്പോ മറ്റു സഹോദരി പറയാം ഡേ ആഫ്റ്റർ ടുമാറോ, ഇതിൽ മറ്റന്നാൾ ഐ വിൽ ക്ലീൻ. യെസ് എന്നാ, ഡേ ആഫ്റ്റർ ടുമാറോ ഐ വിൽ ക്ലീൻ. അടുത്ത ആൾ പറയും യെസ്. അപ്പൊ ഒരാൾ പറയുന്നു ഐ വിൽ കുക്ക് ബിരിയാണി, ഞാൻ ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ അടുത്ത വീട്ടിൽ ചേച്ചി പറയുന്നു നീ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഐ വിൽ കുക്ക് ചിക്കൻ കറി, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും. യെസ്, പിന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, ശുഭ, ശുഭയുടെ മനസ്സിൽ വരുന്ന സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഒരു എക്സാമ്പിൾ പറയൂ. We will get married in next year. We will get married. Get present tense ആണ്. Get ന്റെ past tense word. We will get married next year. നമ്മൾ അടുത്ത വർഷം പോകാൻ. വെരി ഗുഡ് സെന്റൻസ്. രസകരമായ വാചകം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ദീപ മനോജ്, ദീപയുടെ മനസ്സിൽ വരുന്ന ഒരു രസകരമായ സിമ്പിൾ ഫ്യൂച്ചർ എക്സാമ്പിൾ പറയൂ. I will call you later. I will call you later. I will call you later. കറക്റ്റ് ആണ്, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. എപ്പോഴും കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. Yes, I will call you later. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. I will read this book. I will read. Okay. I will call you later. ഞാൻ നിന്നെ പിന്നെ വിളിക്കും. ഇപ്പൊ പോയിക്കോ. I will call you later. ഫാത്തിമയുടെ എക്സാമ്പിൾ പറയട്ടെ. She will join today. We will join today. Okay, okay. ഫാത്തിമ. സുബിതയുടെ എക്സാമ്പിൾ പറയട്ടെ. സുബിത. I will come. Yes, I will come to. Somebody പറയാ. I will come to restaurant. I will come to. Restaurant. I will come to restaurant. I will come to the college. I will come to the school. ഞാൻ സ്കൂളിലേക്ക് വരും. രാവിലെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവരോട് പറയണം I will come to school. ഞാൻ സ്കൂളിലേക്ക് വരും. I will meet your teacher. your ടീച്ചറിനെ ഞാൻ കാണും. We will consult about you. നിന്നെ കുറിച്ച് ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് കണ്ടീഷണൽ സെന്റൻസിന്റെ അകത്തേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഓക്കെ 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 ഓക്കെ. ഷാനി പറയുന്നു വി വിൽ ബൈ എ വെഹിക്കിൾ. ഓക്കെ 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 ഓക്കെ. ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു പുതിയ വാഹനം വാങ്ങും. കറക്റ്റ് ആണ്. വി വിൽ ബൈ എ ന്യൂ വെഹിക്കിൾ. യെസ്. ഐ വിൽ കം വിത്ത് യു. അനില പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഐ വിൽ കം വിത്ത് യു. അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഐ ഷാൽ കോൾ യു ലേറ്റർ. ഞാൻ പിന്നെ വിളിച്ചോളാം. ഐ വിൽ കോൾ യു ലേറ്റർ.
We will play cricket. Okay, Amarna, correct. We will play cricket. I will wear the uniform. Okay, okay, Minu, correct. I will help you. Shantam പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും. I will help you. Yes. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല I will help you. അത് നമുക്ക് I can help you എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. I shall help you. ഞാൻ നിന്നെ സഹായിക്കാം. കണ്ടോ? അത് ആ വാക്ക് ഉപയോഗിക്കുന്നതനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഓക്കെ, അത് കുഴപ്പമില്ല. വി വിൽ വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ബസ്. ഓക്കെ രാജേശ്വരി, അവസാന ബസ്സാണ് ഏറ്റവും ആദ്യം പോയത്. അപ്പൊ അതുകൊണ്ട് വി വിൽ വെയിറ്റ് ഫോർ ദി ലാസ്റ്റ് ബസ്. അവസാന ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഓർമ്മയിടായാൽ മതി. Oh, okay. Very, very good. Very good. We will take some precautions against the pandemic diseases. സാംക്രമിക രോഗങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് മുൻകരുതൽ എടുക്കും. ഓക്കെ, ഓക്കെ. വെരി 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 ഗുഡ്, വെരി ഗുഡ്. പ്രിക്കോഷൻസ്, മുൻകരുതൽ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഓർമ്മയിടായാൽ മതി. ആരെ ഏൽപ്പിക്കണം? അത് ദീപനെ തന്നെ ഏൽപ്പിക്കുന്നു. നമ്മൾ കണ്ടീഷൻ സെൻസിനകത്തേക്ക് കടന്നിട്ടില്ല. ഹെഡിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടീഷൻ സെന്റൻസ് എന്താണെന്ന് മനസ്സിലാവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, മെയിൻ ക്ലോസ് എന്താണ് അത് പറഞ്ഞു. പിന്നെ 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ആ 12 ടെൻസിന്റെ ഫോമിന്റെ അകത്തുനിന്ന് നമ്മൾ 3 ടെൻസിന്റെ ഫോം കൂടി നമ്മൾ നോക്കി. ഇനി ഒരു 2 എണ്ണം കൂടി നമ്മൾ നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം കണ്ടീഷണൽ സെന്റൻസിനകത്തേക്ക് കിടക്കാൻ. എങ്കിലേ നിങ്ങൾക്ക് അദ്ദേഹത്തെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അതല്ലാതെയും പറയാം, പക്ഷെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ പിടികിട്ടില്ല. എല്ലാവർക്കും പിടികിട്ടില്ല. അത് ഇതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ അല്ലാത്തവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ, അതെന്താണെന്ന് പിടികിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങള് ഭാവിയിലെ ടീച്ചർമാരാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടല്ല, അറിവിന് വേണ്ടി പഠിക്കുക. പരീക്ഷ പാസ്സാവുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പഠിക്കണം. ഇതെനിക്ക് അറിയണം, ഇതെനിക്ക് അറിഞ്ഞിട്ട് വേണം എന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ ഒരു ബോധം, ആ ഒരു ബോധ്യം നിങ്ങളെ ഉണ്ടാകണം. യെസ്, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു, പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സായി. നിങ്ങൾ ഇതിനെ ഈ MTD ഇംഗ്ലീഷ് പരീക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അതൊക്കെ നിങ്ങൾ എല്ലാവരും പാസ്സാവും. ഡോണ്ട് വറി. അതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഡോണ്ട് വറി, നിങ്ങൾ എല്ലാവരും പാസ്സാവും. യെസ്, MT1-ലെയും MT2-ലെയും MT3-ലെയും MT4-ലെയും പിള്ളേര് അവരും ഇതേപോലെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കുറച്ചു പേര് എന്നെ വിളിച്ചിട്ടുണ്ട്, സാറേ 100-ൽ 100. വേറെ 2-4 പേര് വിളിച്ചിട്ട് പറയും, സാറേ 2 മാർക്ക് പോയി, 98. യെസ്, മിക്കവർക്കും 100 out of 100 ആയിരുന്നു. അപ്പോ ഈ 15 പേർക്ക് ഞാൻ കാണുന്നത് 100 out of 100 തന്നെയാണ്. അപ്പൊ അത് പഠിക്കണ്ട, പരീക്ഷയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മളിപ്പോ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിവിന് വേണ്ടി നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ചോദിക്കട്ടെ, ഇത് ഡൗട്ട് ഒന്നല്ല. അതെ, സാർ എന്തെങ്കിലും പ്രോഗ്രാം ജഡ്ജ് ചെയ്യാൻ പോവാറുണ്ടോ? പറൂര് ലക്ഷ്മി കോളേജിൽ വന്നിട്ടുണ്ടോ? ലക്ഷ്മി കോളേജിൽ ഞാൻ പണ്ട് ക്ലാസ് എടുത്തിരുന്നു. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് പ്രൈസ് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കവിത പാരായണത്തിനൊക്കെ. എനിക്ക് ഐ തിങ്ക് സാറാന്ന് തോന്നുന്നു. എനിക്ക് ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ജോസ് സാറിനെയൊക്കെ അറിയോ? PSC സാർ. ജോസ് സാറ്, ഡേവിഡ് സാറ്, NMBS സാറ്, അറിയില്ലേ? ഡേവിഡ്. ഞാൻ സാറിന്റെ ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ട് ചോദിക്കണം വിചാരിച്ച. ഈ സാറിനെ മുന്നേ കണ്ടിട്ടുണ്ട്. എന്റെ വീട് സ്വന്തം വീട് ചെറായില്. കല്യാണം കഴിച്ചേക്കണത് ചാലാക്കില്ലേ, മെഡിക്കൽ കോളേജ്. ഞാൻ നമ്മള് ജോലി കിട്ടാണ്ടൊക്കെ നടന്ന ഒരു കാലഘട്ടമില്ലേ, കുറെ നാള്. അപ്പൊ ആ കാലഘട്ടം നമ്മളിങ്ങനെ പഠിപ്പിച്ചൊക്കെ നടന്ന സമയത്ത് കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ ഞാൻ പറയുന്നത് 98 ഉൾപ്പെടെ കേസ് ചെയ്താണ്. അപ്പൊ അത് ആ സമയത്ത് കുറച്ചുകൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്തൊക്കെ കുറച്ചാണ് പറവൂർ ആർട്സ് കോളേജ്, ലക്ഷ്മി കോളേജ്. ഞാൻ 16-ലാണ് ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളത്, 2016. അതിന് മുമ്പാണ് ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മൾ തമ്മിലായിരിക്കില്ല, അതിലെ വേറെ അപരനായിരുന്നു.
അല്ലേ? അപ്പൊ ഓക്കെ, യെസ്. അപ്പൊ നിങ്ങളും നല്ല ജോലിയൊക്കെ നേടി നല്ല അതൊക്കെ നല്ലേ ജീവിതത്തിൽ വിജയിക്കണമെന്ന് പറഞ്ഞ ഒരു 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 എന്താ പറയാ, ഒരു ത്വര വേണം. എനിക്ക് വിജയിച്ചേ തീരൂ. നിങ്ങൾ മെനക്കെട്ടിറങ്ങിയാൽ നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തിൽ. നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടാണ്ട് ഇറങ്ങി അതേ ശരണം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. ജോലി 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 എന്ന് പറഞ്ഞ ആ രീതി മുന്നോട്ട് പോയാൽ അവസരങ്ങളൊക്കെ നമ്മളിങ്ങനെ തേടി വന്നുകൊണ്ടിരിക്കും. എന്റെ വീട് ഇവിടെ അതേപോലെ തന്നെയാണ്. എനിക്ക് 4 സർക്കാർ ജോലി കിട്ടിയതാണ്. ഒരു ജോലിക്ക് പോകാൻ പറ്റുള്ളൂ, ബാക്കി 3 ജോലിയുടെ അപ്പോയിന്റ്മെന്റ് പറഞ്ഞ് ഞാൻ ഒരു നിധി പോലെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യെസ്. അപ്പോ നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വന്നോണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പോൾ കാണുന്ന കുട്ടികളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന പ്രത്യേകത, അവർക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതായത് വേണമെന്ന് പറയുന്ന ആ ആത്മാർത്ഥത അത് കുറവാണ്. അത് വളരെ കുറഞ്ഞു പോകുന്നു. പക്ഷെ കുറച്ചു കുട്ടികൾക്ക് അതുണ്ട്, അവര് വിജയിക്കുന്നുണ്ട്. യെസ്. പരീക്ഷയിൽ വിജയിക്കുന്നതിനെയും ജീവിതത്തിൽ വിജയിക്കുന്നതിനെയും രണ്ടായിട്ട് കാണും. പരീക്ഷയിൽ ഫുൾ എനിക്ക് ഒരു ഭയങ്കര പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, മലയാളത്തിനൊന്നും കുഴപ്പമില്ല, എന്ത് സംസാരിക്കാം എവിടെയും സംസാരിക്കാം. പക്ഷെ ഇംഗ്ലീഷ് മാത്രം എത്ര ഉള്ളിലുണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് അപ്പോഴത്തേന് വിക്കും കിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാ സംസാരിക്കാൻ ഇംഗ്ലീഷ്. പക്ഷെ ആരുമില്ല, ഞാൻ എഴുതാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് എന്റെ പ്രശ്നം. പറഞ്ഞോളൂ. ഞാനൊക്കെ ഒരു പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ദീപ പറയുന്നൊക്കെ ഉണ്ട്, കോൺഫിഡൻസിന്റെ കുറവാണത്. അതെ, എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല. നമ്മളിപ്പോ കുട്ടികളെയൊക്കെ പ്രസംഗമൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ടെക്നിക്കാണ്, വീട്ടില് സ്റ്റെയർ ഉണ്ടെങ്കിൽ, സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ, അകത്ത് സ്റ്റെയർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും. നിങ്ങൾ മക്കളെ ചെയ്തു നോക്കും. ആ സ്റ്റെയറിന്റെ ഒരു 3ഓ 4ഓ സ്റ്റെപ്പിന്റെ മുകളിൽ നിങ്ങൾ കയറുന്നു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് നോക്കി എന്ന് പറയാം. അപ്പൊ എന്ത് പറ്റുമെന്ന് പറയാൻ, ഒരു സ്റ്റേജിന്റെ ഫീല് വരും. നമ്മളൊരു സ്റ്റേജിൽ കയറുന്നത് താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഓഡിയൻസിനെ കാണുമ്പോൾ നമ്മൾ കൈയും കാലം മറക്കണം. അത് നിങ്ങളുടെ കുട്ടികൾ തന്നെ അവരൊരു കഥയോ കവിതയോ പറയുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം, ഒരു 4ഓ 5ഓ സ്റ്റെപ്പിന്റെ സ്റ്റെയറിന്റെ മുകളിൽ നിർത്തുക. എന്നിട്ട് നിങ്ങൾ മാതാപിതാക്കന്മാരും ഗ്രാൻഡ് ഫാദറും കൂടി കസേരയിട്ട് വിടുക. എന്നിട്ട് പറയാം, മനീ പറ. അപ്പൊ അവനുണ്ടല്ലോ ഒരു വേറൊരു ലെവലാണത്. നമ്മൾ വിചാരിക്കുമ്പോൾ അതിനകത്തൊന്നും, പക്ഷെ അതിനകത്ത് ഇതൊക്കെ ഓരോ ടെക്നിക്കുകളാണത്. ഞാൻ എന്റെ പുത്രിയെ തന്നെ അവൾക്ക് സ്റ്റേജിൽ കയറാനായിട്ട് ഭയം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അതൊരു ഫീല് വരും. സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയും അല്ലെങ്കിൽ ഇടപെടുകയും ചെയ്ത ആളുകൾക്ക് ആ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യക്കുറവില്ലേ, ഒരു എനിക്കങ്ങനെയാ. കേറുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങും, കൈ വിറയ്ക്കും, പിന്നെ ശബ്ദമൊക്കെ വിറച്ചിട്ട് കരയാനൊക്കെ തുടങ്ങും. പക്ഷെ മലയാളമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ ഞാൻ പറയും, നല്ലതായിട്ട് പറയും. പക്ഷെ ഒരു ഫിയർ, സ്റ്റേജ് ഫിയർ എന്നൊക്കെ ആയിരിക്കും അതിന് പറയുന്നത്. എനിക്കത് ഇപ്പോഴും പറ്റില്ല, എന്നും പറ്റില്ല. അതെ, അതൊക്കെ ഉണ്ടാവും. ഞാനൊരു കഥ, ഇപ്പൊ സമയമില്ല, അപ്പൊ അടുത്ത പ്രാവശ്യം ഓർപ്പിച്ച സ്റ്റേജ് ഫിയറുമായി ബന്ധപ്പെട്ട കേസ് ഞാൻ പറഞ്ഞതായിരിക്കും, അത് ഞാൻ പറയാം. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ റെഡിയാക്കി എടുക്കാം, കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വേണം, നമുക്കത് പറയാൻ പറ്റും, ഒരു ആത്മവിശ്വാസം വേണം. പിന്നെ അങ്ങനെ കേറുമ്പോൾ മനസ്സിൽ ഒരു ചിന്ത വരണം, ഇത്തിരി ബോധം ഉണ്ടെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ, ഈ ഇരിക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് എന്നൊരു ചിന്തകൾ മനസ്സിലോട്ട് കയറ്റാം. ഞാൻ വിചാരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് ഈ ഇരിക്കുന്നവരൊക്കെ എല്ലാം നന്നായിട്ട് അറിയാവുന്നവര്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട തെറ്റായിരിക്കും, അത്രയും അറിയാവുന്നവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കുക. പ്രസംഗിക്കുന്ന കാരണം കുട്ടികൾ പ്രസംഗിക്കാൻ കയറുമ്പോഴേ ചിലപ്പോൾ അവർ താഴേക്ക് നോക്കുമ്പോൾ അവരെ പഠിപ്പിച്ച ടീച്ചറിലേക്ക് കാണുന്നത്, അപ്പൊ അത് ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ അവരോട് പറയും, നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന ആരെയും നോക്കണ്ട, അവരുടെ കണ്ണുകളിലേക്ക് ഒരിക്കലും നോക്കരുത്, നെറ്റിയിലേക്ക് നോക്കുക. നെറ്റിയിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടി ഇരിക്കുന്ന ആൾക്ക് തോന്നുന്നു നമ്മുടെ കണ്ണുകളിലേക്കാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന ഓരോരുത്തരുടെ നെറ്റിയിലേക്കാണ്. നല്ല എന്നെപ്പോലെ വിശാലമായിട്ടുള്ള നെറ്റിയാണെങ്കിൽ നോക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ടാവും. ആ നെറ്റിയിലേക്ക് നോക്കുക.
അപ്പൊ നമുക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞൊരു കോൺഫിഡൻസ് കുറയുന്നു എന്ന് പറഞ്ഞില്ലേ, ആ കുറയുന്നത് കുറച്ച് കുറയും. ആ കുറയുന്നതിന്റെ തോത് കണ്ണുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. കണ്ണുകളിലേക്ക് നോക്കരുത്. യെസ്, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിൽ നെറ്റികളിലേക്ക് മാത്രം നോക്കിയാൽ മതി. യെസ്, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വരും. ഡോണ്ട് വറി. എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ വിക്കി പരിചിട്ടുള്ള ആളുകൾ പിന്നീട് ഓൾ കേരള ഡിബേറ്റ് കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ മേടിച്ച ആൾക്കാരുടെ അറിയാം. യെസ്, അപ്പോ ആരും ജനിക്കുമ്പോൾ തന്നെ കഴിവോടുകൂടി വരുന്നതല്ല ദീപമാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ശരിയാക്കി എടുക്കുന്നതാണ്. ലക്ക് ആൻഡ് ഫേറ്റ് ദാറ്റ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ അല്ലേ? ജഗദീഷ് ശ്രീകുമാർ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകമാണ്. ജഗദീഷ് ശ്രീകുമാർ നല്ല മികച്ച നടനാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരിക്കല് ഒരു സിനിമയില് പട്ടം സദൻ അഭിനയിക്കാനായിട്ട് ഫിക്സ് ചെയ്തിരുന്ന സീനായിരുന്നു. പക്ഷെ അദ്ദേഹം തലേ ദിവസം മദ്യപിച്ച് വന്നതിന്റെ പേരില് അദ്ദേഹത്തിന് തല പൊന്തിയില്ല, അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ പയ്യൻ ചാൻസ് വിളിച്ചു വന്നിട്ടുണ്ട്, ആ പയ്യനെ വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജഗദീഷ് ശ്രീകുമാറിന് ആദ്യമായിട്ട് സിനിമയിൽ ചാൻസ് കിട്ടുന്നത്. യെസ്, പിന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. 1966-67 ഒരു സിനിമ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പൊ അത് പാട്ട് പാടേണ്ട ആളുണ്ട്. ആ പാട്ട് പാടേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയഭാനാണ്. ഉദയഭാന് ചെറിയ പനിയുണ്ട്, തൊണ്ടവേദനയുണ്ട്. 2-3 പ്രാവശ്യം പുള്ളി പാടിയിട്ടും അത് റെഡിയായില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തേത് പോലെയല്ല, അന്ന് ഒരു പ്രാവശ്യം മാറ്റി വെച്ച പിന്നെ ഈ ഓർക്കസ്ട്രക്കാർ മുഴുവനും പിറ്റേ ദിവസം തന്നെ. എന്നാണെങ്കിൽ വയലിനിസ്റ്റ് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം വയലിനിസ്റ്റ് വന്നിട്ട് അഡ്ജസ്റ്റ് കൊടുത്തത്. ഇത് ഞാൻ 66-67 കേസുകളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? പിന്നീട് എന്ത് ചെയ്യുന്നത്, പുറത്തൊരു പയ്യനുണ്ടല്ലോ, എന്നാ ആ പയ്യനെ കൊണ്ട് പഠിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു പാട്ട് പാടുന്നു. പയ്യൻ പറഞ്ഞു ഞാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ് പാടാൻ വേണ്ടി വെച്ചിരുന്ന പാട്ടാണ്, ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് മാറി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഉദയഭാനു തന്നെ വന്നിട്ട് ആ പയ്യനോട് പറഞ്ഞു, മോനെ നീ ആ പാട്ടൊന്ന് പാട്. അങ്ങനെ ആ പയ്യൻ പാട്ട് പാടി. അത് റോസി എന്ന് പറയുന്ന സിനിമയിലെ അല്ലിയാമ്പൽ കടവിലെ നിരക്ക് വിളുന്നൊരു പാട്ടാണ്. ആ പാട്ട് പാടിയ ആ പയ്യന്റെ പേര് യേശുദാസ് എന്നാണ്, യേശുദാസ്. കേട്ടോ, ഒരു അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു ട്രെയിനിങ് പോയിന്റ് ആയിരുന്നു. പിന്നെ അതുവരെ യേശുദാസിനെ കൊണ്ട് പാടിക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകള് യേശുദാസിനെ കൊണ്ട് പിന്നെ പാടിച്ചിട്ടുള്ള ഉദയഭാനും ഔട്ടായി. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്കൊരു അവസരം ദൈവമായിട്ട് കൊണ്ടുവന്ന് തരും. ആ അവസരം നിങ്ങൾ ഉപയോഗിക്കണം. ആ അവസരം നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നതാണ്. ആ സമയത്ത് നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അപ്പൊ അവിടെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല ദീപ. നമ്മളങ്ങനെ കയറുക, ഒന്നും മിണ്ടാതിരിക്കുന്ന കാളും ഭേദമല്ലേ കൊഞ്ഞനമെങ്കിലും കാണിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. താടിരിക്കുന്നവരൊന്നും പറയുന്നില്ലല്ലോ, ഞാൻ എത്രയെങ്കിലും പറയുന്നില്ലേ. ദീപ വിചാരിക്കും ഞാൻ സ്റ്റേജിൽ കയറി പറയുന്ന തെറ്റുകള് അവരെന്ത് വിചാരിക്കും. പക്ഷെ അവര് വീട്ടിൽ ചെന്ന് പറയുന്നതായിരിക്കും അറിയാമോ, ആ കൊച്ചിനെ നോക്കുക, അത് അവിടെ കയറുന്നത് പറഞ്ഞില്ല, അതിനുള്ള ധൈര്യം കളിച്ചിട്ട് എന്നായിരിക്കും പറഞ്ഞത്. അപ്പോ ദീപയെ താഴ്ത്തി കെട്ടുകയല്ല, പുകഴ്ത്തുകയായിരിക്കും മറ്റുള്ള ചെയ്തതെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. സോ നിങ്ങളിലുള്ള ആ വിശ്വാസം കൂടുതൽ ഉയരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ക്ഷണിക്കുകയാണ്. ഓക്കെ. On behalf of all of us, I would like to thank Job sir for teaching me today's class. May God bless us all for teaching us new things every day and for helping us understand them. Thank you, sir. Thank you so much.